ഇന്ത്യ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ കൈവരിച്ച കുതിച്ചുചാട്ടത്തിൻ്റെ വാർത്ത കണ്ടിരുന്നു. നിർഭാഗ്യവശാൽ ചൂടേറിയ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കിടയിൽ അതീവ നിർണായകമായ ഈ വാർത്തയ്ക്ക് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൊടുത്തില്ല. പക്ഷേ നമുക്കത് അവഗണിക്കാൻ കഴിയില്ലല്ലോ. എന്താണ് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ? എന്താണ് അതിൻ്റെ പ്രാധാന്യം? ഇതെല്ലാം നമുക്കൊന്നറിയണ്ടേ? എന്നാൽ ഇന്നത്തെ ചർച്ച അതാകട്ടെ. വിഷയം ഇത്തിരി ഗഹനമാണ്. പരമാവധി ലളിതമായി പറയാൻ ശ്രമിക്കാം. ശരി, എന്നാൽ തുടങ്ങിയാലോ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യണമെന്ന് പതിവ് പോലെ അഭ്യർത്ഥിക്കുന്നു. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇന്ന് നമ്മുടെ രാജ്യം സയൻസിൽ മുൻപോട്ട് പോകുന്ന രീതി നോക്കിയാൽ ISRO മുതൽ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ വരെ നമ്മളൊരു ഗ്ലോബൽ സൂപ്പർ പവറായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ സ്വന്തം കരിയറുകളിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഡിഗ്രികളും ടെക്നിക്കൽ സ്കില്ലുകളും ഒക്കെ പ്രധാനമാണ്. പക്ഷേ നിങ്ങളുടെ ഹാർഡ് വർക്ക് നിങ്ങളെ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തീരുമാനിക്കുന്ന ഒരു സുപ്രധാന സ്കില്ലുണ്ട്. അതാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ. ഇനി ഇതൊന്ന് കണ്ടു നോക്കൂ. Yesterday I didn't went to work. I had stomachache. I did not go to work yesterday because I had a stomachache. നിങ്ങൾക്ക് മനസ്സിലായോ? കണ്ടില്ലേ, ആ AI ടീച്ചർ എന്നെ ഇൻസ്റ്റൻ്റ്ലി കറക്റ്റ് ചെയ്തു. അതുമാത്രമല്ല, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്തും തന്നു. ഈ ആപ്പിൻ്റെ ഉള്ളിൽ 1000-ലധികം സ്പീക്കിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. ജോബ് ഇൻ്റർവ്യൂ പ്രാക്ടീസ്, എയർപോർട്ടിൽ എങ്ങനെ സംസാരിക്കണം, പിന്നെ നമ്മുടെ എവരിഡേ സിറ്റുവേഷൻസ് പോലുള്ള റിയൽ ലൈഫ് സെനാറിയോസിനെ ബേസ് ചെയ്തതാണ് ഇവയെല്ലാം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, എനിക്ക് ഫ്രീ ആയി ChatGPT അല്ലെങ്കിൽ ജെമിനിയോട് സംസാരിച്ചാൽ പോരേ എന്ന്. പക്ഷേ സത്യം എന്താണെന്നാൽ അവ ജനറിക് AIs ആണ്. ഒരു ലാംഗ്വേജ് ശരിക്കും പഠിക്കാൻ ആവശ്യമായ ഇംഗ്ലീഷ് കോഴ്സ് സ്ട്രക്ചറും പേഴ്സണലൈസ്ഡ് സ്പീക്കിംഗ് പ്രാക്ടീസും അവ നൽകാറില്ല. പക്ഷേ സൂപ്പർനോവ സ്പോക്കൺ ഇംഗ്ലീഷിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. കോച്ചിങ് ക്ലാസ്സസ്, വാട്സപ്പ് ഗ്രൂപ്പ്സ്, ബുക്സ്, യൂട്യൂബ് വീഡിയോസ് വഴി ഇംഗ്ലീഷ് വെറുതെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിർത്തി സൂപ്പർനോവ AIയുമായി സംസാരിച്ച് ഇംഗ്ലീഷ് പ്രാക്ടിക്കലി പഠിച്ചു തുടങ്ങും. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്ത് വെറും 9 രൂപയ്ക്ക് സ്മാർട്ടായും ഈസിയായും ഇംഗ്ലീഷ് പഠിക്കാം. ഇത് ഒരു ലിമിറ്റഡ് ടൈം ഓഫറാണ്. ഫസ്റ്റ് 1000 ഇൻസ്റ്റാൾസിന് മാത്രമേ ഇത് ലഭ്യമാകൂ. സോ ഡോണ്ട് മിസ് ഔട്ട്. ക്വാണ്ടം കമ്മ്യൂണിക്കേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ക്വാണ്ടം ഫിസിക്സ്, ക്വാണ്ടം ടെക്നോളജി എന്ന് മനസ്സിലാക്കണം. ക്വാണ്ടം എന്ന 4 കിലോ ഭാരമുള്ള വാക്ക് കേട്ട് ഭയപ്പെടേണ്ട കാര്യമില്ല കേട്ടോ. നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റി എന്ന വാക്കിൽ നിന്നാണ് ക്വാണ്ടം ഉണ്ടായത്. ക്വാണ്ടിറ്റി എന്നാൽ കൃത്യമായ അളവിലുള്ളത് എന്നാണല്ലോ. അപ്പോൾ ക്വാണ്ടം എന്നാലും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരർത്ഥമാണുള്ളത്. മനുഷ്യൻ്റെ അന്വേഷണ ബുദ്ധിയെ ഏറ്റവും അധികം കുഴക്കിയിട്ടുള്ള ഒരു പ്രതിഭാസമാണ് പ്രകാശം, ലൈറ്റ്. ആദ്യമൊക്കെ വിശ്വസിച്ചിരുന്നത് ലൈറ്റ് കണങ്ങളായിട്ടാണ് സഞ്ചരിക്കുന്നത് എന്നാണ്. അതായത് നമ്മുടെ പൊടിയും മണലും ഒക്കെ പോലെയുള്ള ചെറിയ ചെറിയ കണങ്ങൾ. അതാണ് ന്യൂട്ടൺ ആവിഷ്കരിച്ച ലൈറ്റിൻ്റെ കോർസ്പെക്കുലർ തിയറി. കോർപ്പസിൽസ് എന്നാൽ തീരെ ചെറിയ കണങ്ങൾ, പാർട്ടിക്കിൾസ്. പക്ഷേ ഈ തിയറി കൊണ്ട് ലൈറ്റിൻ്റെ എല്ലാ സ്വഭാവങ്ങളും വിശദീകരിക്കാൻ സാധിച്ചില്ല. ലൈറ്റിന് ധാരാളം പ്രത്യേകതകളുണ്ടല്ലോ. ഒരു മിറർ സർഫസിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. വെള്ളത്തിലേക്ക് ലൈറ്റ് ചെന്നാൽ അതിൻ്റെ പാതയ്ക്ക് വ്യത്യാസം അഥവാ റിഫ്രാക്ഷൻ സംഭവിക്കും. 2 സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റുകൾ പരസ്പരം കലർന്നാൽ അവിടെ ഇൻ്റർഫറൻസ് സംഭവിച്ച് പ്രത്യേക പാറ്റേണുകൾ ഉണ്ടാക്കും. ഇങ്ങനെ ധാരാളം പ്രോപ്പർട്ടികൾ ലൈറ്റിനുണ്ട്. ഇവയിൽ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും വിശദീകരിക്കാൻ മാത്രമേ കോർപ്പസ്കുലർ തിയറിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ന്യൂട്ടന് പിന്നാലെ വന്ന ക്രിസ്റ്റ്യൻ ഹൈജൻസ് തൻ്റെ തരംഗ സിദ്ധാന്തത്തിലൂടെ, വേവ് തിയറിയിലൂടെ ലൈറ്റിൻ്റെ ഏതാണ്ട് എല്ലാ പ്രോപ്പർട്ടികളും വിശദീകരിച്ചു. അതുപ്രകാരം ലൈറ്റ് സഞ്ചരിക്കുന്നത് വേവ്സ്, തരംഗങ്ങളായിട്ടാണ്. പക്ഷേ തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ മാധ്യമം വേണമല്ലോ, ഒരു മീഡിയം. ഈ മീഡിയത്തിൻ്റെ മൂവ്മെൻറ്റ്സാണ് തരംഗം എന്ന് പറയുന്നത്. വെള്ളത്തിലൊക്കെയുള്ള തരംഗങ്ങൾ കണ്ടിട്ടില്ലേ? ആ വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റാണത്. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈഥർ എന്നൊരു മാധ്യമത്തിലൂടെയാണ് അത്രയും ലൈറ്റ് സഞ്ചരിക്കുന്നത് എന്ന് വിശ്വസിച്ച് കുറേ കാലം ശാസ്ത്രലോകം ഈഥറിന് പിന്നാലെ പാഞ്ഞു നടന്നെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. പിന്നീട് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ക്ലാർക്ക് മാക്സ്വെൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി അവതരിപ്പിച്ചു.
ഇത് പ്രകാരം ലൈറ്റ് അടക്കം എല്ലാ റേഡിയേഷനുകളും സഞ്ചരിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ടാണ്. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഇലക്ട്രിക് ഫീൽഡിനെ ഉണ്ടാക്കും, ആ ഇലക്ട്രിക് ഫീൽഡ് ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കും. അങ്ങനെ തുടർച്ചയായിട്ടാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് സഞ്ചരിക്കുന്നത്. ഇങ്ങനെയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ് ലൈറ്റ് എന്നാണ് മാക്സ്വെൽ വിശദീകരിച്ചത്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് സഞ്ചരിക്കാൻ മാധ്യമങ്ങൾ ആവശ്യമില്ല. എന്നാൽ ഒരു സാധാരണ വേവിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ട് താനും. അങ്ങനെയാണ് ഈഥർ എന്ന പിടികിട്ടാപ്പുള്ളിയെ ശാസ്ത്രജ്ഞന്മാർ പടിയടച്ചു പിണ്ണം വെച്ചത്. അങ്ങനെ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇനിയൊന്നും കണ്ടെത്താനില്ല, ബാക്കിയുള്ളത് കുറച്ച് കറക്ഷൻസ് മാത്രമാണ് എന്ന ഒരു നിഗമനത്തിൽ ശാസ്ത്രലോകം എത്തി. അങ്ങനെയുള്ള ഒരു കറക്ഷൻ്റെ ഭാഗമായിട്ട് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ വിശദീകരിക്കാനുള്ള ശ്രമത്തിലാണ് ജർമ്മൻ ശാസ്ത്രജ്ഞനായ മാക്സ് പ്ലാങ്ക് ക്വാണ്ടം മെക്കാനിക്സ് എന്ന ഭൂതത്തിനെ കുടം തുറന്നു വിട്ടത്. ഒരു ഇരുമ്പ് കമ്പി തുടർച്ചയായി ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ കണ്ടിട്ടില്ലേ? അതിൻ്റെ നിറം മാറി മാറി വരും. ആദ്യം ചുവക്കും, പിന്നൊരു മഞ്ഞ നിറമാകും, അവസാനം പരമാവധി മാക്സിമം ചൂടിൽ അത് വെള്ള നിറമാകും. ഈ ചുവപ്പ്, മഞ്ഞ, വെള്ള എന്നതൊക്കെ വിവിധ വേവ് ലെങ്തുള്ള പ്രകാശമാണല്ലോ. അപ്പോൾ വിവിധ ടെമ്പറേച്ചർ കണ്ടീഷനുകളിൽ ഈ വിവിധ വേവ് ലെങ്തിലുള്ള ലൈറ്റ് റേഡിയേഷൻ എങ്ങനെ വരുന്നു എന്നന്വേഷിച്ചു. ഇരുമ്പിലേക്ക് എനർജി തുടർച്ചയായി കൊടുക്കുമ്പോഴാണല്ലോ ഈ റേഡിയേഷൻ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ വെള്ളത്തിൻ്റെ ഒഴുക്ക് പോലെ തുടർച്ചയായാണ് എനർജി പോകുന്നതെങ്കിൽ ഒരേ വേവ് ലെങ്തിലുള്ള പ്രകാശമാവണം തുടർച്ചയായി വരേണ്ടത്. പക്ഷേ അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ തുടർച്ചയായ ഒഴുക്ക് എന്നതിന് പകരം നിശ്ചിത അളവിലുള്ള എനർജി പാക്കറ്റുകൾ അഥവാ ക്വാണ്ടങ്ങളായിട്ടാണ് എനർജി കൊടുക്കുന്നതെങ്കിൽ അപ്പോഴുണ്ടാകുന്ന റേഡിയേഷനും ക്വാണ്ടങ്ങളായി പുറത്തു വരും. ഓരോ ക്വാണ്ടങ്ങളും അതിലുള്ള എനർജിക്കനുസരിച്ച് നിറം മാറുന്നു എന്ന് ലളിതമായി വിശദീകരിക്കാൻ സാധിച്ചു. എന്ന് വെച്ചാൽ ഊർജപ്രവാഹം എന്നത് കോടാനുകൂടി എനർജി പാക്കറ്റുകൾ അഥവാ ക്വാണ്ടങ്ങളുടെ പ്രവാഹമാണ്. പ്രകാശത്തിൻ്റെ കാര്യത്തിൽ ഈ ക്വാണ്ടങ്ങൾക്ക് ഫോട്ടോൺ എന്ന പേരും ഇട്ടു. ഒരു തരത്തിൽ പറഞ്ഞാൽ മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ ആയതുപോലെ പഴയ ന്യൂട്ടൻ്റെ കോർപ്പസ്കുലർ തിയറി വീണ്ടും ക്വാണ്ടമായി വന്നു എന്ന് തോന്നിയേക്കാം. പ്രകാശകണങ്ങൾക്ക് ന്യൂട്ടൺ കോർപ്പസിൽസ് എന്ന് പേരിട്ടപ്പോൾ മാക്സ് പ്ലാങ്ക് ഫോട്ടോൺ എന്ന പേരിട്ടു. പക്ഷേ ഈ രണ്ട് തിയറികളും ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ക്വാണ്ടം കണികകൾക്ക് ഒരേ സമയം തരംഗ സ്വഭാവവും പാർട്ടിക്കിൾ സ്വഭാവവും ഉണ്ട്. എന്ന് വെച്ചാൽ ക്വാണ്ടം തിയറി അനുസരിച്ച് എല്ലാ വസ്തുക്കൾക്കും ഒരേ സമയം ഈ രണ്ട് സ്വഭാവവുമുണ്ട്. അത് കൂടുതൽ അനുഭവപ്പെടുന്നത്, നിരീക്ഷിക്കാൻ സാധിക്കുന്നത് അറ്റോമിക്, സബാറ്റോമിക് തലങ്ങളിലാണെന്ന് മാത്രം. എന്ന് വെച്ചാൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, അതിനപ്പുറം ക്വാർക്ക് എന്നീ അടിസ്ഥാന കണങ്ങൾക്ക്, ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിന് ഒരേ സമയം പാർട്ടിക്കിൾ സ്വഭാവവുമുണ്ട്, തരംഗ സ്വഭാവവുമുണ്ട്. ഇത് വ്യക്തമായി നിരീക്ഷിച്ചിട്ടുണ്ട്, തെളിയിച്ചിട്ടുമുണ്ട്. ഇവയ്ക്കൊക്കെ ഒരു പാർട്ടിക്കിളിൻ്റെ പ്രോപ്പർട്ടിയായ മാസ്സുണ്ട്. അതേപോലെ ഒരു തരംഗത്തിൻ്റെ സവിശേഷതയായ വേവ് ലെങ്തുമുണ്ട്. ഇതാണ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. ഇത് ക്ലാസിക്കൽ രീതിയിൽ ചിന്തിക്കുന്ന നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ദഹിക്കാൻ ഇത്തിരി പ്രയാസമാണ്. പക്ഷേ ഇത് തെളിയിച്ചിട്ടുണ്ട്. ഈ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി ധാരാളം കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. നാം അതൊക്കെ ഉപയോഗിക്കുന്നുമുണ്ട്. MRI നമുക്കറിയാം, ഹോസ്പിറ്റലിലൊക്കെയുള്ള MRI ഇങ്ങനെ ഈ പാർട്ടിക്കിൾസിൻ്റെ, പ്രോട്ടോണിൻ്റെ തരംഗ സ്വഭാവത്തിനെ ബേസ് ചെയ്ത് നിർമ്മിച്ച സാധനമാണ്. അതുപോലെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇലക്ട്രോണിൻ്റെ തരംഗ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയതാണ്. ഇതുകൂടാതെയുള്ള ക്വാണ്ടം ഘടികകളുടെ രണ്ട് പ്രധാന പ്രോപ്പർട്ടികളാണ് ക്വാണ്ടം സൂപ്പർ പൊസിഷൻ, ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്നിവ. ക്വാണ്ടം സൂപ്പർ പൊസിഷൻ എന്നാൽ ഒരേ സമയം ഒരു പാർട്ടിക്കിളിന് ഒന്നിലധികം ഇടങ്ങളിൽ പല അവസ്ഥകളിൽ ഇരിക്കാൻ കഴിയും എന്ന്. ഇപ്പോൾ എനിക്ക് ക്വാണ്ടം സ്വഭാവമുണ്ട് എന്ന് കരുതുക. എങ്കിൽ എനിക്ക് ഒരേ സമയം രണ്ട് സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന എനിക്ക് ഇതേ സമയം തന്നെ 10 കിലോമീറ്റർ അപ്പുറത്തും നിൽക്കാൻ കഴിയും. എന്ന് വെച്ചാൽ നമ്മുടെ നന്ദനം സിനിമയിലെ ജഗത് ചെയ്ത ക്യാരക്ടർ കുമ്പിടി ഒരേ സമയം 4 ദിക്കിൽ കണ്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള തമാശ. അതുപോലെ ഇങ്ങേരിത് എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത് എന്ന് തോന്നുന്നു. കൂട്ടുകാരെ, ക്വാണ്ടം സൂപ്പർ പൊസിഷനും വ്യക്തമായി പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചതാണ്. 100 കൊല്ലം മുന്നേ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലൂടെ. അതിനെപ്പറ്റി ഞാൻ തന്നെ വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് റെഫർ ചെയ്യാവുന്നതാണ്.
അതുപോലെ മറ്റൊന്നാണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് വെച്ചാൽ പരസ്പരമുള്ള ഒരു പ്രത്യേക ബന്ധം. അങ്ങനെ അങ്ങനെയുള്ള ബന്ധങ്ങളെയാണ് എൻറ്റാങ്കിൾമെൻ്റ് എന്ന് പറയുക. അങ്ങനെ എൻറ്റാങ്കിൾഡായ രണ്ട് പാർട്ടിക്കിളുകൾ എത്ര അകലത്തിരുന്നാലും അതിന് കോടിക്കണക്കിന് പ്രകാശവർഷങ്ങളായാൽ പോലും ഒന്നിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതേസമയം ഇൻസ്റ്റൻറ്റേനിയസായി മറ്റേ പാർട്ടിക്കിളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും. അത് പ്രകാശവേഗത്തെക്കാളൊക്കെ വളരെ കൂടിയ വേഗത്തിൽ. ഈ ക്വാണ്ടം നേച്ചർ ആണ് ക്വാണ്ടം കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്നത്. നോക്കൂ കൂട്ടുകാരെ, എന്താണ് കമ്മ്യൂണിക്കേഷൻ? ഒരു വിവരം, ഇൻഫർമേഷൻ മറ്റൊരിടത്തേക്ക് കൈമാറുന്ന പ്രവൃത്തി. അതിനി ശബ്ദമായിട്ടാകാം, കത്ത് മുഖാന്തരമാകാം, ഫോണാകാം, ഇൻ്റർനെറ്റാകാം, അങ്ങനെ എന്തുമാകാം. ഒരാളോട് പറയുന്ന കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവർ കേൾക്കാൻ സാധ്യതയുണ്ട്, ഇല്ലേ? ഞാനും എൻ്റെ ഒരു സുഹൃത്തും തമ്മിൽ സംസാരിക്കുന്ന ഒരു കാര്യം ചിലപ്പം വേറൊരു പാർട്ടിക്ക് അത് കേൾക്കാൻ കഴിയും. കത്തിലൂടെ ആയാൽ അത് കുറച്ചുകൂടി സ്വകാര്യതയുണ്ട്, എങ്കിലും അത് മൂന്നാമതൊരാൾക്ക് പൊട്ടിച്ച് വായിക്കാൻ സാധിക്കും. ടെലിഫോൺ കുറച്ചുകൂടി സുരക്ഷിതമാണ്, എങ്കിലും ചോർത്താൻ കഴിയും. ഇമെയിൽ, വാട്സപ്പ് ഒക്കെ എൻക്രിപ്റ്റഡ് ആണെങ്കിലും എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണെങ്കിലും ഹാക്കർമാർക്ക് പൊളിക്കാൻ കഴിയും. ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ്റെ ടെക്നോളജി കൂടുന്തോറും അതിൻ്റെ രഹസ്യ സ്വഭാവം കൂടുതൽ സുരക്ഷിതമാകുമെങ്കിലും പൂർണ്ണമായും സുരക്ഷിതമല്ല. വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ, മറ്റൊരാൾക്കുള്ള കത്ത് നമ്മൾ പൊട്ടിച്ചു വായിക്കാൻ ശ്രമിക്കുമ്പോൾ ആ നിമിഷം ആ കത്തങ്ങ് കത്തിപ്പോവുകയോ അക്ഷരങ്ങൾ മാഞ്ഞു പോവുകയോ ചെയ്താൽ, ഒരു ഇമെയിൽ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ സന്ദേശം അല്ലെങ്കിൽ ആ ID അങ്ങനെ തന്നെ ഡിലീറ്റായി പോയാൽ അത് വളരെ സുരക്ഷിതമല്ലേ? സത്യത്തിൽ അങ്ങനെയൊന്നാണ് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ. നേരത്തെ പറഞ്ഞ ക്വാണ്ടം സൂപ്പർ പൊസിഷൻ, ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്നീ പ്രോപ്പർട്ടികൾ ഉപയോഗിച്ചാണ് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന ക്വാണ്ടം പാർട്ടിക്കിൾ ഫോട്ടോൺ, പ്രകാശകണം ആണ്. അതീവ സൂക്ഷ്മവും സങ്കീർണവുമായ പ്രക്രിയകളിലൂടെ രണ്ട് ഫോട്ടോണുകളെ എൻറ്റാങ്കിൾ ചെയ്തെടുക്കുന്നു. അത് വളരെ സങ്കീർണമായൊരു പ്രോസസ്സാണ്, അതുകൊണ്ട് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അത് ചെയ്യുന്നു. അല്ലെങ്കിൽ എൻറ്റാങ്കിൾഡായ രണ്ട് ഫോട്ടോണുകളെ ഉണ്ടാക്കുന്നു. അതിനുശേഷം ഈ ഫോട്ടോണുകളെ ദൂരേക്ക് മാറ്റുന്നു. അങ്ങനെ ദൂരെ ഇരിക്കുന്ന രണ്ട് ഫോട്ടോണുകളിൽ ഒന്നിൽ നമുക്ക് കൈമാറേണ്ട ഇൻഫർമേഷൻ ചേർക്കുമ്പോൾ അതിൻ്റെ എൻറ്റാങ്കിൾമെൻറ്റ് സ്റ്റാറ്റസ് ആ ഇൻഫർമേഷൻ അനുസരിച്ച് മാറുകയും ദൂരെ ഇരിക്കുന്ന ഫോട്ടോണിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ആ മാറ്റങ്ങളെ ഡീകോഡ് ചെയ്ത് എന്താണ് ആ സോഴ്സിലുള്ള ഇൻഫർമേഷൻ എന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഡീകോഡ് ചെയ്യാൻ ഒരു ക്വാണ്ടം കീ ആവശ്യമുണ്ട്. ആ കീയും ഇൻഫർമേഷനോടൊപ്പം അപ്പോൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഈ ക്വാണ്ടം കീയും സന്ദേശം അയക്കുന്ന ഭാഗത്തേക്ക് കൈമാറുന്നുണ്ട്. ഇതിനിടയിൽ മൂന്നാമതൊരാൾ ഏതെങ്കിലും സൈഡിൽ നിന്ന് ഈ ഇൻഫർമേഷൻ തുറക്കാനോ നിരീക്ഷിക്കാനോ ശ്രമിച്ചാൽ ആ നിമിഷം ഈ രണ്ട് ഫോട്ടോണുകളുടെയും എൻറ്റാങ്കിൾമെൻറ്റ് സ്റ്റാറ്റസ് മാറുകയും ആ ഇൻഫർമേഷൻ ഇല്ലാതാവുകയും ചെയ്യും. കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പമുള്ളൊരു ഉദാഹരണം പറയാം. നമ്മൾ മൈക്കിൽ സംസാരിക്കുമ്പോൾ ആ മൈക്രോഫോണിലെ ഡയഫ്രത്തിൻ്റെ വൈബ്രേഷനുകൾ വൈദ്യുത സിഗ്നലുകളായി ആംപ്ലിഫയർ വഴി ലൗഡ് സ്പീക്കറിൽ എത്തുമ്പോഴാണല്ലോ ഉച്ചത്തിൽ കേൾക്കുന്നത്. ഇതിനിടയിൽ വേറെ ശബ്ദങ്ങൾ കയറി വന്നാലോ വല്ല ഷോർട്ട് സർക്യൂട്ട് വന്നാലോ ആകെ അലമ്പാവില്ലേ? അതുപോലെ നമ്മളിപ്പോൾ ഈ കീയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഈ വലിയ ഹോട്ടലുകളിലൊക്കെ, സ്റ്റാർ ഹോട്ടലുകളൊക്കെ നമുക്ക് ഈ താക്കോലിലും മെറ്റൽ കൊണ്ടുള്ള കീ അല്ല തരുന്നത്, സ്മാർട്ട് കീ ആണ് തരുന്നത്. ആ കീ അപ്പോൾ ഉണ്ടാക്കുന്നതാണത്. അതിൻ്റെ അകത്തൊരു കോഡ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ആ വാതിലിൻ്റെ സെൻസറിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ വാതിൽ തുറക്കുന്നു. ഒരു സ്മാർട്ട് കാർഡാണത്. നമ്മൾ പോക്കറ്റിൽ മൊബൈലിനൊപ്പം കാണാൻ വിടുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഡീആക്ടിവേറ്റ് ആയി പോകും. വീണ്ടും നമ്മൾ റിസപ്ഷനിൽ ചെന്നത് ആക്ടിവേറ്റ് ചെയ്യണം. അതേപോലെ കീ നമ്മൾ തിരിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് വേറൊരു റൂമിന് കൊടുക്കുമ്പോൾ വീണ്ടും മറ്റൊരു കോഡ് അതിൻ്റെ അകത്ത് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഈ പറഞ്ഞതൊക്കെ കാര്യം മനസ്സിലാക്കാൻ പറഞ്ഞതാണ് കേട്ടോ. ഓ, ഇത്രയേ ഉള്ളൂ, ഇതാണോ വലിയ സംഭവം എന്ന് തോന്നുന്നു. അല്ലെങ്കിലും സയൻസ് വളരെ ലളിതമാണ് കൂട്ടുകാരെ. പക്ഷേ എൻറ്റാങ്കിൾഡ് ഫോട്ടോൺസ് ഉണ്ടാക്കുക, അവയെ ദൂരേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അതിൽ ഇൻഫർമേഷനുകൾ ആഡ് ചെയ്യുക, ക്വാണ്ടം കീ ഉണ്ടാക്കുക, ഡീകോഡ് ചെയ്യുക, ഇതെല്ലാം അതിസങ്കീർണവും തലച്ചോർ പൊട്ടിപ്പോകുന്ന വിധം ദുഷ്കരവുമായ ടെക്നോളജികളും പ്രോസസ്സുകളുമാണ്. കൃത്യമായ ലേസർ സോഴ്സുകൾ,
ആയിരക്കണക്കിന് സെൻസറുകൾ, ഇതെല്ലാം ചേർന്ന ഏർപ്പാടാണിത്. ഇതിലാണ് ഇപ്പോൾ ഇന്ത്യ വലിയൊരു വിജയം കൈവരിച്ചിരിക്കുന്നത്. 1000 കിലോമീറ്റർ അപ്പുറത്തേക്ക് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ഇന്ത്യ സാധ്യമാക്കിയിരിക്കുന്നു. DRDO, ISRO, ഡൽഹി IIT, ബാംഗ്ലൂരിലെ സ്റ്റാർട്ടപ്പായ ക്യൂനു ലാബ് എന്നിവർ സംയുക്തമായി കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ ക്വാണ്ടം മിഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ 1000 കിലോമീറ്റർ ഓപ്പറേഷണൽ ക്വാണ്ടം നെറ്റ്വർക്ക് സാധ്യമാക്കിയത്. 2023 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ 6000 കോടി രൂപയുടെ നാഷണൽ ക്വാണ്ടം മിഷൻ NQM നടപ്പാക്കാൻ തുടങ്ങിയത്. 2031 ആകുമ്പോഴേക്കും 2000 കിലോമീറ്റർ ക്വാണ്ടം നെറ്റ്വർക്ക് പൂർത്തിയാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതാണ് ഇപ്പോൾ 2026 ആയപ്പോഴേക്ക് 1000 കിലോമീറ്ററിലെത്തിയത്. അതായത് വി ആർ വെൽ എഹെഡ് ഓഫ് ടൈം എന്ന് വെച്ചാൽ ക്വാണ്ടം ടെക്നോളജിയിൽ ഇന്ത്യയുടെ യാത്ര അതിവേഗത്തിലാണ്. ഇതിപ്പോൾ ഭൂമിയിൽ തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്കുകളിലൂടെയാണ് നടത്തിയത്. അടുത്തതായി 2026 അവസാനം, അതായത് ഈ വർഷം അവസാനത്തോടെ ISRO ഈ മിഷന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ ഒപ്റ്റിക്കൽ നെറ്റ്വർക്കുകൾ ഇല്ലാതെ ബഹിരാകാശ സാങ്കേതിക വിദ്യയിലൂടെ രാജ്യം മുഴുവനും പുറത്തേക്കും ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ സാധ്യമാകും. നോക്കൂ, ഈ 1000 കിലോമീറ്റർ എന്നത് ലാബുകളിലെ പരീക്ഷണങ്ങളുടെ വിജയമല്ല. അതിനെല്ലാം അപ്പുറം പ്രായോഗികമായി ഓപ്പറേഷണലായി നടപ്പാക്കിയ ടെക്നോളജിക്കൽ മാർവലാണ്. ഒരിക്കലും തകർക്കാനാവാത്ത സുരക്ഷിതത്വം ആവശ്യമുള്ള ബാങ്കിങ്, പ്രതിരോധം, സ്പേസ് മേഖലകളിൽ വരും വർഷങ്ങളിൽ ക്വാണ്ടം ടെക്നോളജി കാവൽക്കാരനായി എത്താൻ പോകുന്നു. ചൈനയും അമേരിക്കയും ഈ മേഖലയിൽ പതിറ്റാണ്ടുകളായി വൻതോതിൽ പണമെറിഞ്ഞ് കളിക്കുന്നുണ്ട്. അവർ ഏറെ മുന്നേറിയിട്ടുമുണ്ട്. ചൈന ക്വാണ്ടം മേഖലയിൽ മുടക്കിയിരിക്കുന്നത് ഏതാണ്ട് 1,00,000 കോടി രൂപയിലധികമാണ്. അമേരിക്കയിൽ ഗൂഗിൾ, ഒറാക്കിൾ, ആപ്പിൾ ഒക്കെ മുടക്കിയ തുകയും ലക്ഷക്കണക്കിന് കോടികളാണ്. അവിടെയാണ് ഈ 6000 കോടി മുടക്കിയുള്ള ഇന്ത്യയുടെ കുതിച്ചുചാട്ടം കണ്ട് ലോകം അന്തം വിട്ട് നിൽക്കുന്നത്. നമ്മുടെ ശാസ്ത്രമേഖലയ്ക്കും ശാസ്ത്രജ്ഞന്മാർക്കും ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്ത് കെട്ടഴിച്ചു വിടുമ്പോഴുള്ള അത്ഭുതങ്ങൾക്ക് സമാനതകളില്ല എന്ന് ISROയും DRDOയും ഒക്കെ പല വട്ടം തെളിയിച്ചതാണ്. ആ നേട്ടങ്ങളുടെ നിരയിലെ പൊൻതൂവലാണ് ക്വാണ്ടം കമ്മ്യൂണിക്കേഷനിലെ ഈ കുതിച്ചുചാട്ടം. നമുക്ക് അഭിമാനിക്കാം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ കരിയറിൽ മുന്നേറാൻ ആവശ്യമായ ഒരു സ്കില്ലിനെക്കുറിച്ചും അത് ഇംപ്രൂവ് ചെയ്യാനുള്ള മെത്തേഡിനെക്കുറിച്ചുമാണ് ഞാൻ വീഡിയോയ്ക്കിടയിൽ പറഞ്ഞിരുന്നത്. ടെക്നിക്കൽ സ്കിൽസിനോടൊപ്പം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും നിങ്ങൾക്ക് ഏത് മേഖലയിലും ജോലി ചെയ്യാൻ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് സൂപ്പർനോവ AIയുമായി സംസാരിച്ച് ഇംഗ്ലീഷ് പ്രായോഗികമായി പ്രാക്ടിക്കലായി പഠിച്ചു തുടങ്ങൂ. ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലുമുള്ള ലിങ്ക് ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്ത് വെറും 9 രൂപയ്ക്ക് നിങ്ങളുടെ സൂപ്പർനോവ ട്രയൽ സ്റ്റാർട്ട് ചെയ്യൂ. സ്മാർട്ടായും ഈസിയായും ഇംഗ്ലീഷ് പഠിക്കാം. ഇതൊരു ലിമിറ്റഡ് ടൈം ഓഫറാണ്. ആദ്യത്തെ 1000 ഇൻസ്റ്റലേഷൻസിന് മാത്രമേ ഇത് ലഭ്യമാകൂ. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്ത് പിന്തുണയ്ക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. മറ്റൊരു സയൻസ് വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.